സാൽമണിന്റെ തലക്കറി നമുക്ക് അടിപൊളിയായിട്ട് നല്ല കിഡിലൻ ടേസ്റ്റിൽ ഉണ്ടാക്കിയാലോ. അതിന് 2 സാൽമണിന്റെ ഹെഡാണ് എടുത്തിട്ടുള്ളത്. വെയിറ്റ് പറയുകയാണെങ്കിൽ ഒരു 1.5 കിലോയോളം ഉണ്ടാവും. മറ്റുള്ള ഫിഷിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫിഷാണ്, കളറിലാണെങ്കിലും അതുപോലെ ടേസ്റ്റിലാണെങ്കിലും. പല രോഗങ്ങൾക്കും ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫിഷും കൂടിയാണ്. UAE-ലൊക്കെ നല്ല സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നാട്ടിൽ ഇത്ര അവൈലബിലിറ്റി ഇല്ലെങ്കിലും ഉണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞത്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, 3-4 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് നടുകെ കീറിയത്, ഒരു വലിയ തക്കാളി, 2 മീഡിയം സൈസ് കുടംപുളി, 10-15ഓളം ചെറുള്ളി എടുത്തിട്ടുണ്ട്. ചെറുള്ളിയാണ് കൂടുതലും ടേസ്റ്റ് കൊടുക്കുന്നത്. കുറച്ച് വിസ്താരമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെക്കാം. ഞാൻ കുറച്ച് വലിയ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടാവുന്ന സമയം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും 1 സ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. ചട്ടി ചൂടായി ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 1 മിനിറ്റ് വഴറ്റിയ ശേഷം സവോളയും പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറുള്ളി കട്ട് ചെയ്ത് വെച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള ഉപ്പും പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായി വഴറ്റി എടുക്കുന്നുണ്ട്. നന്നായി വഴറ്റി വന്നതിന് ശേഷം ഒരു ചെറിയ സ്പൂണാണ് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടിയാണ്, നല്ല എരിവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. ഒന്ന് നന്നായി വഴറ്റി എടുക്കുന്നുണ്ട്. അതിനുശേഷം കാശ്മീരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. നന്നായി വഴറ്റിയെടുക്കണം. കാശ്മീരിയും കൂടി ഇട്ടിട്ടുള്ള കാരണം നന്നായി പച്ചമണം മാറാൻ ഇത്തിരി ടൈം എടുക്കും. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി മിക്സിയിലെടുത്ത് നല്ല അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തിടുന്നതിനേക്കാളും ടേസ്റ്റ് വൈസ് കൂടുതലാണ് ഈ അരച്ചെടുക്കുമ്പോൾ. നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് നമുക്ക് കുടംപുളി വെള്ളത്തിൽ തിളപ്പിച്ച് ഇടേണ്ട ആവശ്യമില്ല. ഒരു 1.5 കപ്പ് നല്ല തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാൽമൺ ഹെഡിന് മറ്റുള്ള ഫിഷിനെ അപേക്ഷിച്ച് വേവ് കുറവാണ്. പിന്നെ ഇത് നല്ലോണം ഗ്രേവി പോലെ ആയ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല കുറുകിയെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നന്നായി ഉപ്പിട്ട് വാഷ് ചെയ്ത മീനാണ്. അപ്പം കറി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ സ്റ്റീലിൻ്റെ തവിയൊന്നും ഉപയോഗിക്കാതിരിക്കുക, പെട്ടെന്ന് ഉടയുന്ന മീനാണ്. കറിയിൽ ഉപ്പ് നോക്കിയിട്ട് വേണം മീനിട്ട് കൊടുക്കാനായിട്ട്. ഒരു ഇത്തിരി ഉപ്പ് മുന്നോട്ട് നിൽക്കണം. അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നോക്കുമ്പോൾ ഒരു 1/4 ഭാഗം വേവ് ആയിട്ടുണ്ടാവും മീൻ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് അടച്ചു വെച്ച് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഉള്ളി മൂപ്പിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 5-6 ഉള്ളി നമ്മൾ ചെറുതാക്കി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് നന്നായി മുരിയുന്ന വരെ വഴറ്റി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കറിയിലേക്ക് ചേർത്തിട്ട് ഇപ്പം മിക്സ് ചെയ്യുന്നില്ല, ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവർ കുക്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഫിഷൊക്കെ ഉടഞ്ഞു പോവും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 1 മണിക്കൂറിന് ശേഷം ചപ്പാത്തിയുടെ ഒപ്പോ ചോറിൻ്റെ ഒപ്പോ നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ഡിഷാണ്. എങ്ങനെയുണ്ട് ഇങ്ങനെ? അടിപൊളിയാണ്.